بسم الله الرحمن الرحيم أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളാണ് ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കുന്നത്. തൗഹീദിൻ്റെ ഹുക്മ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. തൗഹീദിൻ്റെ മഹത്വം അത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്. അഥവാ തൗഹീദ് സാക്ഷാത്കരിക്കുകയും സംശുദ്ധമാക്കുകയും സംസ്കരിക്കുകയും ചെയ്തവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന അധ്യായമാണ്, എന്നർത്ഥം വരുന്ന ഈ അധ്യായമാണ്. പ്രസ്തുത അധ്യായത്തിൽ തൗഹീദ് സംശുദ്ധമാക്കുന്നതിൻ്റെ, സാക്ഷാത്കരിക്കുന്നതിൻ്റെ അനിവാര്യതയും തൗഹീദ് സാക്ഷാത്കരിച്ചവരുടെ പ്രത്യേകതകളുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. രണ്ട് ആയത്തുകളും സഹീഹുകളിൽ വന്നിട്ടുള്ള വിശാലമായൊരു ഹദീസുമാണ് ഈ വിഷയത്തിൽ
ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ആയത്തുകൾ വഖൗലുല്ലാഹി തആല ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ വഖാൽ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഈ ആയത്തുകളെ തുടർന്നാണ് പിന്നീട് ഹദീസ് ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിലേക്ക് നമ്മൾ തുടർന്ന് വരുന്നതാണ്. ബാബു മൻ ഹഖഖ തൗഹീദ്, തൗഹീദിനെ തഹ്ഖീഖ് ചെയ്തവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തഹ്ഖീഖിൻ്റെ അർത്ഥം തഖ്ലീസും തസ്ഫിയത്തുമാണ്, സംസ്കരണവും ശുദ്ധീകരണവുമാണ്. തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യൽ എങ്ങനെയാണ്? തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യൽ ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ബിദ്അത്തിൻ്റെ ഇനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പാപത്തിൻ്റെ ഇനങ്ങളിൽ നിന്നും അതേപോലെ തവക്കുലിനെ നിരാകരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുമാണ് തൗഹീദിനെ സംശുദ്ധമാക്കേണ്ടത്, തൗഹീദിനെ സംസ്കരിക്കേണ്ടത്. ഷിർക്കിൻ്റെ ഇനങ്ങൾ നമുക്കറിയാം. അഷിർക്കുൽ അക്ബർ ഉണ്ട്, വലിയ ഷിർക്ക്. അതേപോലെ തന്നെ അഷിർക്കുൽ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക്. പല ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് ഈ അധ്യായത്തിൻ്റെ വിശദീകരണത്തിൽ വരും. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ, അവർക്കുള്ള നേർച്ച തുടങ്ങിയതൊക്കെ ഷിർക്കുൽ അക്ബറാണ്, വലിയ ഷിർക്കാണ്. അതേപോലെ ഷിർക്കുൽ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക തുടങ്ങിയുള്ള ഷിർക്കുൽ അക്ബറിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ ഷിർക്കുൽ അസ്ഗർ എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയതായ ഷിർക്കിൻ്റെ ഇനങ്ങളുണ്ട്. അതേപോലെ ഷിർക്കുൽ ഖഫീയുണ്ട്, ഗോപ്യമായ ഷിർക്ക് അഥവാ ലോകമാന്യത. അപ്പം ഇങ്ങനെ ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്ന് തൗഹീദിനെ സംശുദ്ധമാക്കണം, കറകളഞ്ഞതാക്കണം. അതാണ് തഹ്ഖീഖു തൗഹീദ്. അതേപോലെ ബിദ്അത്തുകളുണ്ട്, മനുഷ്യന്മാരെ കാഫിറാക്കുന്ന ബിദ്അത്തുകളുണ്ട്. അൽ ബിദ്അത്തുൽ മുകഫിറ എന്ന് പറയും. എന്നാൽ കാഫിറാക്കാത്ത ബിദ്അത്തുകളുണ്ട്. ഇങ്ങനെയുള്ള ബിദ്അത്തിന്റെ ഇനങ്ങളിൽ നിന്നും തൗഹീദിനെ സംരക്ഷിക്കുകയും സംശുദ്ധമാക്കുകയും ചെയ്യണം. അതേപോലെ മആസി, പാപങ്ങൾ, വൻ പാപങ്ങൾ, ചെറുപാപങ്ങൾ, ഇങ്ങനെ പാപങ്ങൾ വിവിധ ഇനങ്ങളാണ്. അതിൽ നിന്നൊക്കെ മുക്തമായി കൊണ്ട് തൗഹീദിനെ സംശുദ്ധമാക്കണം. അതേപോലെ തവക്കുലിനെ നിരാകരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യന്മാർക്ക് അനുവദനീയമായ വിഷയങ്ങളായിരിക്കും. പക്ഷേ മനുഷ്യന്മാരുടെ തവക്കുലിനെ ബാധിക്കും വിധം ആളുകൾ ഇത്തരം അനുവദനീയമായ കാര്യങ്ങളിൽ പൂണ്ട് പിടിക്കാൻ പാടുള്ളതല്ല. തവക്കുലിനെ നിരാകരിക്കുന്ന വിധം, ബാധിക്കുന്ന വിധം ഉള്ള അനുവദനീയമായ കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തൗഹീദിനെ സംരക്ഷിക്കുകയും സംശുദ്ധമാക്കുകയും ചെയ്യുക. അതാണ് തഹ്ഖീഖു തൗഹീദ്. ഇങ്ങനെ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്താൽ അത്തരം മനുഷ്യന്മാർ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും.
ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ. എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മഹ്ശറ വൻസഭയിലേക്ക് ഒരുമിച്ച് കൂട്ടും. അങ്ങനെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിൽ പിന്നെ വിചാരണക്ക് മുന്നോടിയായി, വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് നയിക്കും, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അതാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നതായ വിഷയം. തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംശുദ്ധമാക്കുക, സാക്ഷാത്കരിക്കുക, തൗഹീദിനെ കറകളഞ്ഞതാക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് നിലക്കാണ്. ഒന്ന് തഹ്ഖീഖുൻ വാജിബ്, മറ്റൊന്ന് തഹ്ഖീഖ് മുസ്തഹബ്. ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ഇനങ്ങളിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും ബിദ്അത്തിന്റെ ഇനങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും പാപങ്ങളുടെ ഇനങ്ങളിൽ നിന്നും തൗഹീദിനെ മുക്തമാക്കുക, ശുദ്ധമാക്കുക എന്നുള്ളത് വാജിബാണ്. ഒരു ദാസൻ അതിനുവേണ്ടി പണിയെടുക്കൽ നിർബന്ധമാണ്. ഷിർക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല, ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല, പാപങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ പാപങ്ങൾ കൊണ്ടും ഷിർക്ക് കൊണ്ടും ബിദ്അത്തുകൾ കൊണ്ടും ഒരാളുടെ തൗഹീദ് കളങ്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ മാർഗേണ അധ്വാനിക്കൽ ദാസന്റെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അങ്ങനെ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതിന് വാജിബായ തഹ്ഖീഖ് എന്ന് പറയുന്നത്. ഈ വാജിബായ തഹ്ഖീഖിനെയാണ് ഈ അധ്യായത്തിൽ തുടക്കത്തിൽ പറഞ്ഞ 2 ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. 2-ാമത്തെ ആയത്ത് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ആയത്തുകളെ വിശദീകരിക്കാം. 2-ാമത്തേത് തഹ്ഖീഖ് മുസ്തഹബാണ്. എന്താ തഹ്ഖീഖ് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ? പടപ്പുകളോട് ഹൃദയം ബന്ധപ്പെടുത്തുന്നതിൽ നിന്ന് ഹൃദയങ്ങളെ മോചിപ്പിക്കുക, ആക്ഷേപാർഹമായ കാര്യമോ അല്ലെങ്കിൽ എടുത്തു പറയപ്പെടുന്ന, അങ്ങനെ കുറവാക്കപ്പെടുന്നതായ കാര്യമോ പടപ്പുകളോട് ചോദിച്ച് പടപ്പുകളോട് ഖൽബ് ബന്ധപ്പെടുത്തുക, അതിൽ നിന്ന് ഖൽബിനെ മോചിപ്പിച്ചുകൊണ്ട് തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നതിനാണ് മുസ്തഹബായ തഹ്ഖീഖ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മന്ത്രിക്കുക എന്നുള്ളത് ഇസ്ലാമിലുള്ളതാണ്. മന്ത്രിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഹൃദയം ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാണ്, അയാൾ മന്ത്രിച്ചു തരേണ്ടതിന് വേണ്ടിയിട്ട്. മന്ത്രിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വ്യക്തിയോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം അയാളുമായിട്ട് ബന്ധപ്പെടാണ്. ഇങ്ങനെയുള്ള ബന്ധപ്പെടൽ ഒഴിവാക്കിക്കൊണ്ട്, കാരണം മന്ത്രിക്കാൻ ആവശ്യപ്പെടാതെ ഒരു വ്യക്തി തനിക്കേറ്റ പ്രയാസം അത് സഹിക്കുന്നു, മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഒരാളോട് ഹൃദയം ബന്ധപ്പെടുത്താതെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് തൻ്റെ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നു. അത് പ്രതിഫലാർഹമായ പുണ്യാർഹമായ വിഷയമാണ്. അതിനാണ് തഹ്ഖീഖുൻ മുസ്തഹബ്, പ്രതിഫലാർഹമായ തൗഹീദിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്.
അതാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഹദീസിനെ ഇനി ഇതിൽ പറയാൻ പോകുന്ന ആയത്തുകൾ കഴിഞ്ഞാൽ ഹദീസിന്റെ വിഷയത്തിൽ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാനുള്ളത്. هم الذين لا يسترقون ولا يكتوون ولا يتطيرون وعلى ربهم يتوكلون എന്ന നമ്മുടെ വിശദീകരിക്കാൻ പോകുന്ന ഹദീസിന്റെ ഭാഗം നമുക്ക് വിധി പറഞ്ഞു തരുന്നത് ഈ ഒരു വിഷയത്തെയാണ്. തഹ്ഖീഖ് മുസ്തഹബിനെയാണ്. ജനങ്ങളോടുള്ള ചോദ്യവും ജനങ്ങളുടെ അനുകമ്പ പിടിച്ചു വാങ്ങലും അതൊരാൾ വേണ്ടെന്ന് വെക്കുക. അത് അനുവദനീയമായ വിഷയമാണെങ്കിലും അത് വേണ്ടെന്ന് വെക്കുക. എന്നിട്ടോ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് തൻ്റെ തൗഹീദിനെ ഒരാൾ സാക്ഷാത്കരിക്കുക. അത് പ്രതിഫലാർഹമായ കാര്യമാണ്. അതാണ് തഹ്ഖീഖുൻ മുസ്തഹബ്. ഇപ്രകാരം തൗഹീദ് രണ്ട് നിലക്കായാലും ഈ പറഞ്ഞ രണ്ട് രീതിയിലുള്ള തഹ്ഖീഖ് ഉണ്ടായാലും അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹിമ, നിശ്ചയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം ആരായിരുന്നു? ഖാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാമ് എന്നർത്ഥം, നേതാവായിരുന്നു. ഇമാമിന് ഉമ്മത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇമാം ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഇമാമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉമ്മത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറയാൻ കാരണം ഒരു ഉമ്മത്ത് കൊണ്ടു നടക്കുന്ന മാനുഷികമായ പൂർണ്ണതകളെ മുഴുവൻ, മാനുഷികമായ സമ്പൂർണതകളെ മുഴുവൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹി വഅല നബീന അഫ്ദലു സ്വലാത്തു വസ്സലാം ഉമ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. ഖാനിതൻ ലില്ലാഹ്, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു വിശേഷണമാണ്. ഖാനിതൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് അൽ ഖുനൂത്ത് എന്നതിൽ നിന്നാണ്. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ദവാമുത്താഅ, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള ഒരു ജീവിതം. അള്ളാഹുവിന് വഴിപ്പെട്ടിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. ലില്ല എന്ന് പറഞ്ഞാൽ ഖാലിസത്തൻ ലില്ല എന്നർത്ഥം. അള്ളാഹുവിന് നിഷ്കളങ്കമായി, അള്ളാഹുവിന് മാത്രമായി വഴിപ്പെട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഹനീഫൻ, അദ്ദേഹം ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ മായിൽ എന്നർത്ഥം, തെറ്റിയവൻ, ചാഞ്ഞവൻ. ഏതിൽ നിന്ന് ചാഞ്ഞവൻ? ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്. അപ്പൊ ഷിർക്കിന്റെ പാതയിൽ നിന്ന് തെറ്റിയ എന്ന് പറഞ്ഞാൽ ഷിർക്കില്ല, പിന്നെ തൗഹീദിന്റെ പാതയിലായിരുന്നു. അങ്ങനെ ഹനീഫായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തൗഹീദി പാതയിൽ ചലിച്ച വ്യക്തിയായിരുന്നു. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൻ്റെ ആരാധനയിലും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് രക്ഷാകർതൃത്വത്തിലും അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവരാണ് മുശ്രിക്കീങ്ങൾ. അവരിൽ പെട്ടവനായിരുന്നില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം അത് ഹനീഫിയത്തായിരുന്നു. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ
തൗഹീദിലുള്ള ഷിർക്കിൽ നിന്ന് തെറ്റി തൗഹീദി മാർഗത്തിലുള്ള ആദർശം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ജീവിച്ച വിശ്വാസികളെ കുറിച്ച് പറയണ്ടല്ലോ, ഹുനഫാക്കളാണെന്ന്. അവർ ഹനീഫിയത്തിലാണ്, അവർ ഹുനഫാക്കളാണെന്ന് പറയും. ഇപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളായ സഈദ് റളിയല്ലാഹു തആലയുടെ പിതാവ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആകുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഹനീഫായിരുന്നു, ഹുനഫാക്കളിൽപ്പെട്ട ആളായിരുന്നു. അതേപോലെ തന്നെ വറഖത്ത് ബിൻ നൗഫൽ ഹുനഫാക്കളിൽപ്പെട്ട ആളായിരുന്നു. ഖുസ് ബിൻ സഈദ് അൽ ഇയാദിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അവർ ഹുനഫാക്കളായിരുന്നു. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ, ഞാൻ അൽ ഹനീഫിയത്തു സംഹ കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാ ഈ ഹനീഫിയത്ത്? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗഹീദി പാത. ഷിർക്കില്ലാത്ത, ഷിർക്കിന്റെ ലാഞ്ചന്യമില്ലാത്ത സംശുദ്ധമായ തൗഹീദി പാത. അത് തീവ്രമല്ല, ശുഷ്കവുമല്ല, പിന്നെയോ അത് സംഹത്താണ്. അതുകൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സുമ്മ ഊഹൈന ഇലൈക് അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഉണ്ടോ? പ്രവാചകരെ, താങ്കൾക്ക് നാം വഹി നൽകി, അൻ ഇത്തബിഅ, നിങ്ങൾ പിൻപറ്റണം, മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ, ആദർശത്തെ, ഹനീഫൻ, ഹനീഫായിക്കൊണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫായിരുന്നു, ഖാനിതൻ ലില്ലാ, നിത്യമായി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. ഖാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഇമാമായിരുന്നു. വലം യകു മിനൽ മുശ്രികീൻ. എന്തിനാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദ് സാക്ഷാത്കരിച്ചാൽ അവർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന അധ്യായത്തിന് തായി ഈ ആയത്ത് കൊണ്ടുവന്നത്? തൗഹീദ് സാക്ഷാത്കരിച്ച വ്യക്തികളിൽ നിറഞ്ഞ ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് തൗഹീദിനെ സാക്ഷാത്കരിച്ചത്? ഷിർക്കിൽ നിന്ന്, ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ബിദ്അത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന് ഒക്കെ തൻ്റെ തൗഹീദിനെ തസ്വിയത്ത് ചെയ്തു, സംശുദ്ധീകരിച്ചു, അതിനെ സുരക്ഷിതമാക്കി. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനെ സാക്ഷാത്കരിച്ചത്. രണ്ടാമത്തെ ആയത്ത്, വഖാൽ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. വല്ലദീന അവർ, ഹും അവർ എങ്ങനെയുള്ളവരാണ്? ബിറബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ, ലാ യുശ്രികൂൻ ഷിർക്ക് വെക്കാത്തവരാണ്. ഇത് ആരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? സൂറത്തുൽ മുഅ്മിനൂനിൽ 59-ാമത്തെ ആയത്താണ്. ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ ഭയന്നുകൊണ്ട് പേടിച്ച് കഴിയുന്നവർ. വല്ലദീന ഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ, ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ. വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിൽ ശിർക്ക് വെക്കാത്തവർ. വല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില, തങ്ങൾക്ക് നൽകപ്പെട്ടത് നൽകുകയും ഹൃദയം പേടിച്ച് ഭയന്നുകൊണ്ട് തങ്ങൾക്ക് നൽകപ്പെട്ടത് നൽകുന്നവർ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ എന്നത് കാരണത്താൽ ഹൃദയം പേടിച്ച് തങ്ങൾക്ക് നൽകിയതെന്തോ അത് നൽകുന്നവർ, നിർവഹിക്കുന്നവർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അക്കൂട്ടർ അവരത്രേ നന്മകളിലേക്ക് ധൃതി കാണിക്കുന്നവർ. വഹും ലഹാ സാബിഖൂൻ, നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ
മുന്നേറുന്നവരും മത്സരിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ, നിഷ്കളങ്കരായ നിഷ്കപടരായ വിശ്വാസികളുടെ ഗുണങ്ങൾ എണ്ണുകയാണ്. അപ്പോൾ ആ ആയത്തുകൾക്കിടയിലാണ് പറഞ്ഞത് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിൽ ഷിർക്ക് വെക്കാത്തവരാകുന്നു അവർ. കണ്ട, അപ്പോൾ അവിടെ എന്താ ഷിർക്കിൻ്റെ ഇനങ്ങൾ. അതേപോലെ തന്നെ തൗഹീദിന് കളങ്കമേൽപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ അവരെന്താണ്, അവർ മുക്തരാണ്. അങ്ങനെ തൗഹീദിനെ തഹ്ഖീഖ് സാക്ഷാത്കരിക്കുകയും സംശുദ്ധീകരിക്കുകയും ചെയ്തവരാണ് ആര്? ഈ വിഭാഗം ആളുകൾ. അതുകൊണ്ടാണ് അവർ ഈ വിശേഷണത്തിന്, ഏത് വിശേഷണത്തിന്? അഹ്ലു തഹ്ഖീഖി തൗഹീദ്, തൗഹീദിൻ്റെ സാക്ഷാത്കാരം നടത്തിയവർ എന്ന വിശേഷണത്തിന് അർഹരാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം അതാണ്. അത് അനിവാര്യമായി നിർബന്ധമായിട്ട് ഒരാൾ ചെയ്യേണ്ടതാണ്. തൗഹീദിനെ ഷിർക്കിൽ നിന്ന് മുക്തമാക്കിയിട്ട് ശുദ്ധമാക്കിയിട്ട് സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ തഹ്ഖീഖ് വാജിബിനെയാണ് അത് അറിയിക്കുന്നത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് ഈ മഹൽ ഗ്രന്ഥത്തിൽ നൽകുന്ന ഹദീസ് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാരഥനാണ്. അദ്ദേഹം നിന്നാണ് ഈ ഹദീസ്. അദ്ദേഹം പറയാണ്, ഖാല കുൻതു ഇൻദ സഈദ് ഇബ്നു ജുബൈർ. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കുൻതു ഞാനായിരുന്നു ഇൻദ സഈദ് ഇബ്നു ജുബൈർ, ഞാൻ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലയുടെ അടുക്കലായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ അതേപോലെ തന്നെ താബിഈങ്ങളിൽ നേതാവാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, താബിഈങ്ങൾ പല തബഖകളാണ്. കിബാർ, അവാസിത്ത്, സിഗാർ, ഇങ്ങനെ താബിഈങ്ങൾ കുറേ തബക്കുണ്ട്. അതിൽ മുതിർന്ന തബക്കയിൽപ്പെട്ട ആളാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ്, കുൻതു ഇൻദ സഈദ് ഇബ്നു ജുബൈർ, ഞാൻ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയുടെ അടുക്കലായിരുന്നു. ഫഖാൽ, അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു റഹിമഹുള്ള പറഞ്ഞു, അയ്യുകും റഅൽ കൗകബല്ലദി ഖദ്ദൽ ബാരിഹത, നിങ്ങളിൽ ആരാണ് ഇന്നലെ രാത്രി വീണതായ നക്ഷത്രത്തെ കണ്ടത്? അപ്പം രാത്രി ഒരു നക്ഷത്രം വീണിരുന്നു. അത് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അപ്പം സഈദ് ഇബ്നു ജുബൈർ തൻ്റെ ശിഷ്യഗണങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അത് കണ്ടത്? അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു, അന. സുമ്മ ഖുൽത്, എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അമാ ഇന്നി ലം അകുൻ ഫി സ്വലാത്തിൻ, എന്നാൽ ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മഹാൻ ഞാൻ നമസ്കാരത്തിലായിരുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? രാത്രി ഉറങ്ങാതിരുന്നത് കൊണ്ടാണല്ലോ നക്ഷത്രം വീണത് കണ്ടത്. അപ്പം നിസ്കരിച്ച് രാത്രി ചെലവഴിച്ചത് കാരണത്താൽ നക്ഷത്രം വീണത് കണ്ട് എന്ന് തന്നെക്കുറിച്ച് ആളുകൾ, ഞാനൊരു രാത്രി നിസ്കാരക്കാരനാണ് എന്നുള്ളത് ആളുകൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ലോകമാന്യത സൂക്ഷിക്കാനാണ് ആ പറഞ്ഞത്. ഞാൻ നിസ്കാരത്തിലായിരുന്നില്ല. പിന്നെന്താ? വലാകിന്നി ലുദിഖ്ത്, പക്ഷേ എനിക്ക് തേളുകടിയേറ്റു. ലുദിഖ്ത് പറഞ്ഞാൽ തേളുകടി ഏറ്റു. അതുകൊണ്ട് തേളുകടി ഏറ്റത് കാരണത്താലാണ് ഞാൻ ആ പ്രയാസത്തിൽ ഉറങ്ങാതിരുന്ന്
അപ്പോഴാണ് നക്ഷത്രം വീണത് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താണ് തേളുകടിയേറ്റപ്പോൾ ചെയ്തത്? സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽത്, ഞാൻ പറഞ്ഞു, ഇസ്തർഖൈത്, ഞാൻ മന്ത്രിപ്പിച്ചു. അതായത് മന്ത്രം ആവശ്യപ്പെടുകയുണ്ടായി, അങ്ങനെ മന്ത്രിപ്പിച്ച് റുഖിയ ചെയ്യിച്ച്. ഖാല ഫമാ ഹമലക അലാ ദാലിക്. അപ്പോൾ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്താണ് നിങ്ങൾക്കതിന് പ്രേരകമായത്? ഖുൽതു ഹദീസുൻ ഹദ്ദസ്നാഹു ശഅബി. ശഅബി ഞങ്ങളോട് വിവരിച്ചതായ ഒരു ഹദീസാണ്. ഇവിടെ കുറേ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോണത്. അതായത് ഇപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹം താബീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്, മഹാനാണ്. പക്ഷെ അദ്ദേഹം പറയാണ്, തേളുകടിയേറ്റ് അപ്പം ഞാൻ റുഖിയ ആവശ്യപ്പെട്ട്. അപ്പോൾ ഉടൻ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് പ്രേരകമായത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവ് എന്താണ് എന്നാണ് ചോദിച്ചത്. അതിൽ കിതാബിൽ തെളിവുണ്ടോ, സുന്നത്തിൽ തെളിവുണ്ടോ, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ പണ്ഡിതന്മാർ എത്രമാത്രം തെളിവുകളെ അന്വേഷിച്ചിരുന്നു. പ്രവൃത്തി ആര് ചെയ്താലും ആ പ്രവൃത്തിക്ക് അവർക്ക് തെളിവുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് മഹത്തുക്കളുടെ പ്രത്യേകത. തെളിവാണ് നോക്കേണ്ടത്, ആളുകളുടെ വലിപ്പമോ ആളുകളുടെ പ്രവൃത്തി അവരുടെ വാക്കോ അല്ല, പിന്നെ അവരുടെ തെളിവാണ് വേണ്ടത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഫമ ഹമലക അലാ ദാലിക്, അങ്ങനെ റുഖിയ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് പ്രേരകമായത് എന്താണ്? അപ്പൊ പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, ഹദീസുൻ ഹദ്ദസ്നാഹു ശഅബിയ്യു, ഇമാം ഷഅബി ഞങ്ങളോട് പറഞ്ഞതായ ഹദീസാണ്. ഷഅബി എന്ന് പറഞ്ഞാൽ ഇമാം ആമിറു ഷഅബി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഉടൻ ഫഖാൽ വമാ ഹദ്ദസകും ഷഅബി, സഈദ് ഇബ്നു ജുബൈർ ചോദിക്കാണ്, ഷഅബി നിങ്ങൾക്ക് എന്താണ് ഹദീസായി പറഞ്ഞു തന്നത്? ഖുൽതു, അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ്, ഹദ്ദസന, ഷഅബി ഞങ്ങളോട് പറഞ്ഞു, അൻ ബുറൈദത ഇബ്നു ഹുസൈബിനിൽ അസ്ലമി, ബുറൈദ ഇബ്നു ഹുസൈബ് അൽ അസ്ലമിയിൽ നിന്ന്, അന്നഹു ഖാൽ, ബുറൈദ ഇബ്നു ഹുസൈബ് അൽ അസ്ലമി പറഞ്ഞു, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, ലാ റുഖിയ, യാതൊരു മന്ത്രവുമില്ല, ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറുബാധയിൽ നിന്ന് ശമനത്തിന് വേണ്ടിയല്ലാതെ, ഔ ഹുമത്തിൻ, അല്ലെങ്കിൽ വിഷബാധയിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടിയല്ലാതെ. ഈ ഹദീസാണ് ആമിറു ഷഅബി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ബുറൈദ ഇബ്നു ഹുസൈബ് അൽ അസ്ലമി, അദ്ദേഹം ബനു അസ്ലം ഗോത്രക്കാരനാണ്, സഹാബിയാണ്. ബുറൈദ ഇബ്നു ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഉള്ള ഹദീസാണ് ആമിർ ഷഅബി ഞങ്ങളോട് പറഞ്ഞത്. എന്താ ഹദീസിലുള്ളത്? ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ഇവിടെ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണേറ്, ഹുമ എന്ന് പറഞ്ഞാൽ വിഷബാധ. ചിലർ ഹുമ്മ എന്ന് പറഞ്ഞിട്ട് പനി എന്നർത്ഥം പറയും, അത് തെറ്റാണ്. ഹുമ്മയല്ല, പിന്നെയോ ഹുമത്താണ്. ഇവിടെ അത് വിഷബാധയാണ്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണേറിൻ്റെ പ്രയാസം, അതിൽ നിന്നുള്ള ആഫിയത്തിനും രക്ഷയ്ക്കും വേണ്ടിയല്ലാതെ റുഖിയയില്ല. ഔ ഹുമ, അല്ലെങ്കിൽ വിഷബാധയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയല്ലാതെ റുഖിയയില്ല. ഇവിടെ
അനുബന്ധമായിട്ടൊരു മസല മനസ്സിലാക്കാനുള്ളത്, ഈ ഹദീസ് കേൾക്കുന്ന മാത്രയിൽ ചിലപ്പോൾ മനസ്സിലാകുക കണ്ണേറ് ബാധക്കും അതേപോലെ തന്നെ കണ്ണേറ് ബാധയുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷക്കും അതേപോലെ വിഷബാധക്ക് നിന്നുള്ള രക്ഷക്കും മാത്രമേ റുഖ്യ ഉള്ളൂ എന്നാണ്. അതാണ് ഇന്ന് ബാഹ്യമായിട്ട് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ മറ്റു ഹദീസുകളോടൊപ്പം വെച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ലാ റുഖ്യത്ത എന്നുള്ളത് ലാൻ്റെ ഇസ്മാണ് റുഖ്യ എന്നുള്ളത്. അതിൻ്റെ ഖബർ ഇവിടെ അത് മഹദൂഫാണ്. ലാ റുഖ്യത്ത ഔല ഔ അംഫ ഔ അഷ്ഫ എന്നൊക്കെ അർത്ഥം. ഏറ്റവും അർഹമായിട്ടുള്ള റുഖ്യ അത് കണ്ണേർ ബാധയുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷക്കും അതേപോലെ തന്നെ വിഷബാധയിൽ നിന്നുള്ള രക്ഷക്കും വേണ്ടിയാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അർഹമായിട്ടുള്ള, ഏറ്റവും നല്ല, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള റുഖ്യ ഈ വിഷമതകൾ പോക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളതിനൊന്നും റുഖ്യ പാടില്ല എന്നല്ല. ചിലരങ്ങനെ തിരിച്ച് മനസ്സിലാക്കാറുണ്ട്. കണ്ണേർ ബാധ വളരെ പ്രയാസകരമാണ്, അതിൻ്റെ ഉപദ്രവം. അതേപോലെ തന്നെ വിഷബാധയും വളരെ പ്രയാസകരമാണ്. ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള റുഖ്യ ഈ രണ്ട് വിപത്തുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റുഖ്യാണ്. അതാണ് അത് ഹദീസ് അറിയിക്കുന്നത്. അല്ലാതെ മറ്റൊരു പ്രയാസത്തിന് വേണ്ടിയിട്ട് റുഖ്യ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വേറെ റുഖ്യകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ണേർ ബാധയുടെ പ്രയാസവും അതേപോലെ തന്നെ ഈ വിഷബാധയുടെ പ്രയാസം അല്ലാത്തത് വിഷയങ്ങളിൽ തന്നെ റുഖ്യ നിർവഹിച്ചത് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. സിഹർ ബാധ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും റുഖ്യ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ മീകായിലും വന്ന് മുആവിദാത്തുകൾ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖ്യ ചെയ്തില്ലേ. അപ്പോൾ ഏറെ ഉപദ്രവകരമായ രണ്ട് കാര്യമാണ് കണ്ണേർ ബാധയും അതേപോലെ തന്നെ വിഷബാധയും. അതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റുഖ്യാണ് ഏറ്റവും ഉപകാരപ്രദം എന്നുള്ളത് മാത്രമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അല്ലാതെ വേറെ റുഖ്യ പാടില്ല എന്നുള്ളത് അല്ല. അത് സന്ദർഭോചിതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹദീസിന്റെ ബാക്കി ഫഖാല ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കേട്ടപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ. അതൊരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം കേട്ടതനുസരിച്ച് പ്രവർത്തിച്ച ആള് വളരെ നല്ലതാണ് ചെയ്തത്. അതായത് വിഷബാധ ഏറ്റാൽ റുഖ്യ ചെയ്യണം, കണ്ണേർ ബാധന്റെ പ്രയാസത്തിൽ നിന്നും റുഖ്യ ചെയ്യണം എന്നുള്ള ഹദീസ്. ആ ഹദീസ് കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചു. ആര്? ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ. കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചത് വളരെ നല്ല കാര്യമാണ്. കേട്ടത് പ്രാവർത്തികാക്കി. അതിൻ്റെ അർത്ഥം അതാണ് ഏറ്റവും ഉചിതം എന്നാണ്? അല്ല, പിന്നെയോ ഉചിതമായൊരു കാര്യം വേറെ ഉണ്ട്. അതാണ് പിന്നീട് സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നത്. അതെന്താ? കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചത് വളരെ നന്നായി. ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ വലാകിൻ, എന്നാൽ ഹദ്ദസനാ ഇബ്നു അബ്ബാസിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അതാണ് പിന്നീട് വിശദമായിട്ട് വിശദീകരിക്കുന്നത്. ഇവിടെ വിഷയം മനസ്സിലാക്കാൻ ഒന്നുകൂടി അറിയിക്കുകയാണ്. അതായത് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ വിഷബാധ ഏറ്റപ്പോൾ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ട്, അതിന് അദ്ദേഹത്തിന് തെളിവുണ്ട്. ആ തെളിവനുസരിച്ചാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടൽ, റുഖ്യ ആവശ്യപ്പെടൽ അത് തവക്കുലിനെ ബാധിക്കും എന്നറിയിക്കുന്ന ഹദീസുണ്ട്. തവക്കുലിന്റെ പൂർണ്ണതയെ ബാധിക്കും എന്നറിയിക്കുന്ന ഹദീസുണ്ട്. അതുകൊണ്ട് റുഖ്യ ആവശ്യപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വലാക്കിൻ എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റുഖ്യ ആവശ്യപ്പെടൽ പാടുള്ളതല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ പ്രയോഗിച്ചത്. എന്നിട്ട് എന്താണ് പറയണത്?
ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഉരിദത് അലയ്യൽ ഉമമു, എനിക്ക് ഉമമുകൾ, അഥവാ ഉമ്മത്തുകൾ, വിവിധ സമുദായങ്ങൾ, നബിമാരുടെ ഉമ്മത്തികളെ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവിധ സമുദായങ്ങളെ പ്രദർശിപ്പിക്കപ്പെട്ടു. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നബിമാരുടെ അനുയായികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു. അത് തിരുനബി പറയാണ്, ഫറഅയ്തു നബിയ വമഅഹു റുഹൈത്ത്, അല്ലെങ്കിൽ റഹ്ത്. അപ്പോൾ ഞാൻ ഒരു നബിയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറു വിഭാഗമാണുള്ളത്. അഥവാ ആ നബിയിൽ വിശ്വസിക്കുകയും ആ നബിയെ പിൻപറ്റുകയും ചെയ്ത വിഭാഗം വളരെ കുറച്ചാണ്. അങ്ങനെ ഒരു നബിയും അദ്ദേഹത്തോടൊപ്പം കുറച്ചാളുകളും. വൻ നബിയ, മറ്റൊരു നബിയെ ഞാൻ കണ്ടു, വമഅഹു റജുലു വറജുലാനി, അദ്ദേഹത്തോടൊപ്പം ഒരാൾ, രണ്ടാൾ, ഇങ്ങനെയാണുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഓരോ നബിമാരുടെയും കൂടെ എന്നർത്ഥം. വൻ നബിയ, വേറെ നബിയെ കണ്ടു, ലൈസ മഅഹു അഹദ്, അദ്ദേഹത്തോടൊപ്പം യാതൊരാളുമില്ല, ഒരാൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക, അദ്ദേഹത്തെ പിൻപറ്റുകയോ ചെയ്തിട്ടില്ല. ഇദ് റുഫിഅ ലി സവാദുൻ അദീം, അങ്ങനെ പല നബിമാരെയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളെയും കാണുമ്പോൾ ആ സന്ദർഭത്തിൽ എനിക്കൊരു സവാദുൻ അദീം ഉയർത്തി കാണിക്കപ്പെട്ടു. സവാദുൻ അദീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകളെ കാണിക്കപ്പെട്ടു. അതാണ് സവാദുൻ അദീം. ഫദനന്തു അന്നഹും ഉമ്മത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫദനന്തു, അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നഹും ഉമ്മത്തി, അവരെൻ്റെ ഉമ്മത്തായിരിക്കും, എൻ്റെ സമുദായമായിരിക്കും എന്ന് വിചാരിച്ച്. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ മൂസ വ ഖൗമുഹു, ഇത് മൂസയും അദ്ദേഹത്തിൻ്റെ ഖൗമുമാകുന്നു. മൂസായുടെ ഖൗമാകുന്നു. മൂസയുടെ ഖൗം എന്ന് പറഞ്ഞാൽ മൂസയിൽ വിശ്വസിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയവർ. അല്ലാതെ മൂസാന്റെ ഖൗം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയർ മുഴുവല്ല. ഇസ്രായേലിയരിൽ നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയവർ, വിശ്വസിച്ചവർ, അവരാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വലാകിൻ ഉൻദുർ ഇലൽ ഉഫുഖ്, അത് മൂസയും മൂസായുടെ ഖൗമുമാണെന്ന് പറഞ്ഞിട്ട് തിരുനബിയോട് പറയണം. എന്നാൽ നിങ്ങൾ ചക്രവാളത്തിലേക്ക് നോക്കൂ. ഉൻദുർ ഇലൽ ഉഫുഖ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. ഫനബർത്ത്, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഞാൻ നോക്കി. ഫൈദാ സവാദുൻ അദീം, അപ്പോൾ അതാ വലിയ ഒരു വിഭാഗം, സവാദുൻ അദീം. സവാദ് എന്ന് പറഞ്ഞാൽ അഷ്ഖാസ്, ആൾക്കൂട്ടം, അത് അവർ വളരെ കൂടുതലുണ്ട്. ഈ സവാദുൻ അദീം ആദ്യം കണ്ട സവാദിനേക്കാൾ, ആളുകളേക്കാൾ കൂടുതലാണ്, വലിയ ആൾക്കൂട്ടാണ്. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മത്തുക്, ഇത് നിങ്ങളുടെ ഉമ്മത്താണ്. വമഅഹും സബ്ഊന അൽഫൻ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഇത് നിങ്ങളുടെ ഉമ്മത്തുകളാണ്, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ, വിചാരണയില്ലാതെ. വല അദാബ്, ശിക്ഷയില്ലാതെ, ശിക്ഷയും വിചാരണയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 അവരോടൊപ്പമുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. ഇവിടെ ഹാദിഹി ഉമ്മത്തുക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എന്ന് പറയുമ്പോൾ 2 നിലക്കുണ്ട്. ഒന്ന് ഉമ്മത്തു ദഅവയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തേണ്ട റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ. അവരാരാ?
മുഴുജനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം മുതൽ ഉള്ള എല്ലാ ജനവിഭാഗങ്ങളും, ക്രൈസ്തവരും ജൂതരും എല്ലാ ജനവിഭാഗവുമാണ് അവിടെ ഉദ്ദേശം. ഉമ്മത്തു ദഅവ. രണ്ടാമത്തെ ഉമ്മത്താരാ? ഉമ്മത്തു ഇജാബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജവാബ് നൽകിയ ഉമ്മത്ത്. അവരാരാ? മുസ്ലിമീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അംഗീകരിച്ചവർ, പിൻപറ്റിയവർ. ആ ഉമ്മത്താണ് ഇവിടെ ഹാദിഹി ഉമ്മത്ത്, ഇതാണ് നിങ്ങളുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞതിൽ ഉദ്ദേശിക്കുന്നത്. അവരിലാണ് 70,000 ആളുകൾ വിചാരണയില്ലാതെ, അദാബ് ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ. ഇത് പറഞ്ഞിട്ട് ഹദീസിൽ പറയുന്നത് സുമ്മനഹത്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, ഫദഖല മൻസിലഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ പ്രവേശിച്ചു. ഫഖാദ الناس في اولئك الذين يدخلون الجنه بغير حساب ولا عذاب. അപ്പോൾ ജനങ്ങൾ സംസാരത്തിൽ മുഴുകി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് വിട്ടുപോയി. അപ്പോൾ ആളുകൾ സംസാരത്തിൽ മുഴുകി. ഫഖാദ الناس في اولئك الذين يدخلون الجنه بغير حساب ولا عذاب. ഹിസാബില്ലാതെ, അദാബില്ലാതെ, വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ വിഷയത്തിൽ, ആ വിഭാഗത്തിന്റെ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ആളുകൾ സംസാരത്തിൽ മുഴുകി. ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിചാരണയും ശിക്ഷയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്നവർ അല്ലദീന സഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹവസിച്ചവരായിരിക്കും, തിരുനബിയുടെ സഹാബത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇസ്ലാമിൽ ജീവിച്ചും കഴിച്ചു കൂട്ടിയ സഹാബത്തായിരിക്കും എന്ന് പറഞ്ഞു. വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന വുലിദു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ജനിച്ചവരായിരിക്കും അവർ. ഇസ്ലാമിൽ ജനിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താ? വലം യുശ്രികു ബില്ലാഹ്, അവരൊരിക്കലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ. ജാഹിലിയത്തിൽ ജീവിച്ചിട്ട് ഇസ്ലാമിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിലൂടെ കടന്നു വന്നവർ അവരുടെ ജാഹിലിയത്തിൽ ശിർക്ക് ചെയ്തിട്ടുണ്ടാവും, പിന്നെയാണ് അവർ തൗഹീദിലേക്ക് വരുന്നത്. എന്നാൽ ഇസ്ലാമിൽ ജനിച്ചവർ ഒരിക്കലും എന്തില്ല, അവർക്ക് ജാഹിലിയത്തിന്റെ ശിർക്കും ജാഹിലിയത്തിന്റെ ബിദ്അത്തും ജാഹിലിയത്തും ഇല്ലാത്ത ആളുകളാണ്, ഒട്ടുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരായിരിക്കും ഈ 70,000 എന്ന് ചിലർ പറഞ്ഞു. വദക്കറു അഷിയ, ഇങ്ങനെ പലരും പലതും പറഞ്ഞു. ഈ ചർച്ച ഉണ്ടല്ലോ, സഹാബികൾക്കിടയിൽ നടന്ന ചർച്ച, ഇൽമിയായ ചർച്ചയാണ്. ഇത്തരം ചർച്ചകൾ അനിവാര്യമാണ്. അതാണ് സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ നിർവഹിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇത്തരുണത്തിൽ ഫഖറജ അലൈഹിമുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് അവരിലേക്ക് പുറപ്പെട്ടു വന്നു. ഫഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മല്ലദീ തഖൂദൂന ഫീഹ്, നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഇങ്ങനെ സംസാരത്തിൽ മുഴുകിയിരിക്കുന്നത്? ഫഅഖ്ബറൂഹു, അപ്പോൾ അവർ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നിങ്ങൾ 70,000 ആളുകൾ ശിക്ഷയും വിചാരണയും ഇല്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി. ആ ആളുകൾ ആര് എന്നതിലാണ് ഞങ്ങളുടെ സംസാരം. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാരാ? അവർ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവരാകുന്നു റുഖിയ ആവശ്യപ്പെടാത്തവർ. ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ ലാ യർഖൂൻ, റുഖിയ നിർവഹിക്കാത്തവർ എന്നുണ്ട്. അത് ഷാദായ റിപ്പോർട്ടാണ്, അത് തെളിവെടുക്കാൻ പറ്റുകയില്ല, അത് പിഴവാണ്, ഗലത്താണ്. യസ്തർഖൂൻ എന്നുള്ളതാണ് പ്രബലവും പ്രസിദ്ധവുമായ ഏറ്റവും കൂടുതൽ വാരിതായിട്ടുള്ളതായ റിവായത്ത്. റുഖിയ ആവശ്യപ്പെടാത്തവരാകുന്നു അവർ. വലാ യക്തവൂൻ, അവരാകുന്നു കയ്യ് ചികിത്സ ആവശ്യപ്പെടാത്തവർ. വലാ യതതയ്യറൂൻ, അവരാകുന്നു തീറത്ത്
അഥവാ ശകുനം നോക്കാത്തവർ, ശകുനം അന്വേഷിക്കാത്തവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുന്നവരാകുന്നു, ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരാകുന്നു. അവരാണ് ഈ 70,000 പേർ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞാൽ റുഖിയ ആവശ്യപ്പെടാത്തവർ. റുഖിയ എന്ന് പറഞ്ഞാൽ അതാണ് മന്ത്രം. വിശുദ്ധ ഖുർആൻ കൊണ്ട്, അതേപോലെ തന്നെ ദിക്റുകൾ കൊണ്ട്, ഇസ്ലാമിൽ പറയപ്പെട്ട ഷർത്തുകൾ ഒത്തുകൊണ്ടുള്ളതായ ശർഈയായ റുഖിയകൾ, ഷിർക്കില്ലാത്ത റുഖിയകളൊക്കെ കുഴപ്പമില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അർറുഖ ലാ ബഅസ ബിഹി മാ ലം യകുൻ ഷിർക, ഷിർക്കില്ല എങ്കിൽ റുഖിയയിൽ തകരാറില്ല. റുഖിയ നിർവഹിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖിയ നിർവഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റുഖിയ നിർവഹിച്ചിട്ടുണ്ട്. ഈ ഭാഗം അറിയിക്കുന്നത് റുഖിയ ആവശ്യപ്പെടുന്നതിനെയാണ്. കെയ്യ് ചികിത്സ എന്ന് പറഞ്ഞാൽ വലാ യക്തവൂൻ എന്ന് പറഞ്ഞാൽ കെയ്യ് ചികിത്സ ആവശ്യപ്പെടുക. കെയ്യ് ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് വെച്ചുകൊണ്ട് ശരീരത്തിൽ വേദനയെ ഏൽപ്പിച്ച് നിർവഹിച്ചിരുന്ന ഒരു ചികിത്സയാണ് ജാഹിലിയത്തിൽ. ആ ചികിത്സ അടിസ്ഥാനപരമായിട്ട് അത് മക്രൂഹാണ്. കാരണം തീ വെച്ചിട്ട് ശിക്ഷ ഏൽപ്പിക്കുക, ചൂട് ഏൽപ്പിച്ചിട്ട് പീഡിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണത്. ചില അനിവാര്യതകളിൽ അനുവദനീയമാണെങ്കിലും മൊത്തത്തിൽ അതിൻ്റെ വിധി അത് മക്രൂഹ്, വെറുക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ കെയ്യ് ചികിത്സ ആവശ്യപ്പെടാത്തവർ, അല്ലെങ്കിൽ കെയ്യ് ചികിത്സ നിർവഹിക്കാത്തവർ, അവരാകുന്നു ഈ വിഭാഗം ആളുകൾ. വലാ യതതയ്യറൂൻ, തീറത്ത് ശകുനം നോക്കാത്തവർ ആകുന്നു ഇവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കിയിട്ട് ജീവിക്കുന്നവരാകുന്നു ഈ 70,000 ആളുകൾ. ഇവിടെ റുഖിയ തേടുക, കെയ്യ് ചികിത്സ തേടുക, ശകുനം നോക്കുക, ഈ 3 കാര്യങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ എണ്ണിയത്. തവക്കുലിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ 3നെയാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. പല പണ്ഡിതന്മാരും ഈ 3 കാര്യങ്ങൾക്കാണ് അത് ബാധകം എന്ന് ഉണർത്തിയിട്ടുണ്ട്. ജാഹിലിയത്തിൽ റുഖിയ, അതേപോലെ തന്നെ കെയ്യ് ചികിത്സ, ശകുനം നോക്കൽ, ഇതൊരു പ്രധാന വിഷയമായിരുന്നു. ജാഹിലിയത്തിലെ ആളുകളുടെ ഹൃദയം ഇവയുമായി പ്രത്യേകം ബന്ധപ്പെട്ടിരുന്നു. റുഖിയയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റുഖിയ നിർവഹിക്കുന്നവരോട് ഒരു പ്രത്യേക അടുപ്പവും ഹൃദയത്തിന് ബന്ധവും ആളുകൾക്കുണ്ടായിരുന്നു. കയ്യ് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം കയ്യ് ചികിത്സ എപ്പോഴും ഫലപ്രദമാണ്, ഗുണപ്രദമാണ് എന്നുള്ള ഒരു അന്ധമായ വിശ്വാസം ജാഹിലിയത്തിലെ ആളുകൾക്കുണ്ടായിരുന്നു, അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം ഈ കയ്യ് ചികിത്സയിൽ വളരെ പൂണ്ടുകിടന്നിരുന്നു എന്നുള്ളതാണ്. ശകുനത്തിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 കാര്യം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്.
ഇവിടെ ഒരാൾ റുഖിയ ആവശ്യപ്പെടാൻ പാടില്ല, അത് തവക്കുലിൻ്റെ പൂർണ്ണതയെ ബാധിക്കുമെന്ന് പറയുമ്പോൾ മൊത്തം ചികിത്സയും ഇതിൻ്റെ പേരിൽ പാടില്ല, അതേപോലെ കെയ്യ് ചികിത്സ ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ മൊത്തം ചികിത്സയും പാടില്ല, ആളുകൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ചികിത്സ ചെയ്യാതെ ജീവിക്കണമെന്ന അതിൻ്റെ മാന തേട്ടം ഒരിക്കലും അങ്ങനെയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞ് പഠിപ്പിക്കുന്നതോടൊപ്പം ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഇബാദല്ലാഹ് തദാവൂ, ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട്. പല ചികിത്സയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, റുഖിയയും കയ്യും അല്ലാതെ തന്നെ പല ചികിത്സയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി കൊടുത്തിട്ടുണ്ട്. ചികിത്സ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്? തൗഹീദിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണുള്ള വിഷയം. ചികിത്സിക്കൽ ഒരിക്കലും തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിന് പോറലേൽപ്പിക്കുന്ന വിഷയമല്ല. ചികിത്സ തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിന് കോട്ടം ഉണ്ടാക്കുന്ന വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിക്കാൻ കൽപ്പിക്കൂല. ചികിത്സകളായിട്ട് കുറേ വസ്ഫുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കൂല. കാരണം തൗഹീദ് സാക്ഷാത്കരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. ചികിത്സ തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തെ വിപരീതമായി ബാധിക്കുമായിരുന്നുവെങ്കിൽ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുമായിരുന്നില്ല. പിന്നെന്താ ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത്? ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് തൗഹീദ് സാക്ഷാത്കൃതമായ ആളുകൾ, അവരെയാണ് ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത്. തൗഹീദ് സാക്ഷാത്കൃതമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണമാണ് അവർ റുഖിയ ആവശ്യപ്പെടൂല, അവർ കയ്യ് ചികിത്സ ആവശ്യപ്പെടൂല, അവർ ശകുനം നോക്കൂല. പിന്നെയോ അവരെപ്പോഴും തവക്കുലായിരിക്കും. അപ്പൊ തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളുടെ സിഫത്തിനെ കുറിച്ചാണ് പറയുന്നത്. ചികിത്സിക്കൽ ഒരിക്കലും തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ ബാധിക്കുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കൂല, ചികിത്സ പഠിപ്പിക്കൂല, ചികിത്സ കൊണ്ട് കൽപ്പിക്കൂല. അപ്പൊ ഈ ഹദീസ് എന്താ കൈകാര്യം ചെയ്യുന്നത്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഈ ഹദീസിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് തൗഹീദ് സാക്ഷാത്കരിച്ച ഒരു വിഭാഗം ആളുകളുടെ സിഫത്ത് വിശേഷണമാണ് കൈകാര്യം ചെയ്യുന്നത്. തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ റുഖിയ ആവശ്യപ്പെടുകയോ കയ്യ് ചികിത്സ ആവശ്യപ്പെടുകയോ അവർ ശകുനം നോക്കുകയോ ചെയ്യുന്നവരല്ല. പ്രത്യുത അവർ അള്ളാഹുവിൽ തങ്ങളുടെ ഖൽബും ഖാലബും, തങ്ങളുടെ ഹൃദയവും തങ്ങളുടെ ശരീരവും ഒരുപോലെ ഇഅ്തിമാദ് ചെയ്ത് അവലംബിച്ചുകൊണ്ട് അവരുടെ ജീവിതം അള്ളാഹുവിലേക്ക് തഫ്വീദ് ഏൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അതാണ് ഇവിടെ പിന്നെ ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് റുഖിയ ആവശ്യപ്പെടുക, അതേപോലെ തന്നെ കയ്യ് ചികിത്സ ആവശ്യപ്പെടുക അല്ലെങ്കിൽ കയ്യ് ചികിത്സ നിർവഹിക്കുക, അതേപോലെ തന്നെ തീറത്ത്, ഈ വിഷയങ്ങൾക്ക് മാത്രം പ്രത്യേകമാണ് ഈ ഹദീസിൻ്റെ പരാമർശം. അത് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളുടെ വിശേഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണർത്തിയതാണ് എന്നുള്ളതാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനം ഒരിക്കലും ആളുകൾ ചികിത്സ ഒഴിവാക്കിയിട്ട് തവക്കുലാക്കിയിട്ട് കഴിയണം, അപ്പോഴാണ് തൗഹീദിൻ്റെ സാക്ഷാത്കാരം എന്നുള്ളതല്ല പഠിപ്പിക്കുന്നത്. പ്രത്യുത തൗഹീദിൻ്റെ സാക്ഷാത്കാരം അതിന് ഒരു പോറലേൽപ്പിക്കൂല ചികിത്സ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സ കൊണ്ട് കൽപ്പിക്കൂല, തദാവോ എന്ന് പറയില്ല. ചികിത്സയായിട്ട് കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസ്ഫ് ചെയ്തിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചു, ചികിത്സ കൊണ്ട് കൽപ്പിച്ചു, ചികിത്സ നിശ്ചയിച്ചു. അപ്പോൾ ഒരിക്കലും ചികിത്സിക്കുക എന്നുള്ളത് തൗഹീദിൻ്റെ തഹ്ഖീഖിനെ
എന്ത് ചെയ്യണില്ല, പോറലേൽപ്പിക്കുന്നില്ല, അതിൽ കുറവ് വരുത്തുന്നില്ല. ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് തൗഹീദ് സാക്ഷാത്കരിച്ച ഒരു വിഭാഗം ആളുകളുടെ വിശേഷണമാണ്. ആ വിശേഷണം അവർ റുഖിയ ആവശ്യപ്പെടാത്തവർ, കയ്യ് ആവശ്യപ്പെടാത്തവർ, അതേപോലെ ശകുനം നോക്കാത്തവർ ആണ് എന്നുള്ളതാണ്. അവരുടെ റബ്ബിൽ തവക്കുലാക്കിയിട്ട് ജീവിക്കുന്നവരാണ്. ഏതായാലും ഹദീസിൻ്റെ ഒടുക്കത്തിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ 70,000 ആളുകൾ എന്ന് പറഞ്ഞല്ലോ, 70,000 ആളുകൾ സ്വർഗത്തിൽ പോകുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ മാ കുല്ലി അൽഫിൻ സബൂന അൽഫ എന്നുണ്ട്. ഓരോ 1000തോടൊപ്പം 1000 ആളുകൾ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നു. വേറെ റിപ്പോർട്ടിൽ മാ കുല്ലി വാഹിദിൻ സബൂന അൽഫ എന്നുണ്ട്. എല്ലാം ഓരോരുത്തരോടൊപ്പവും 70,000 എന്നുണ്ട്. അത് ഹദീസിൽ വൈരുദ്ധ്യം വന്നതല്ല, പിന്നെയോ ഹദീസ് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്, വിവിധ റിവായത്തുകൾ. എന്ന് പറഞ്ഞാൽ വിചാരണ കൂടാതെ, ഹിസാബ് കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്ത് പോകുന്നവരെല്ലാവരും ഒരേ ദർജയിലല്ല, ഒരേ മർത്തബയിലല്ല, പിന്നെയോ അവർ വിവിധ മർത്തബയിലാണ്. 70,000 ആളുകൾ അവർ ഏറ്റവും ഉയർന്ന പടിയുള്ളവർ, അവർ വിചാരണ കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. പിന്നെയുള്ളവർ ഓരോ 1000തോടൊപ്പം ഓരോ 1000 പേർ. എങ്ങനെയാണ് അവർ മർത്തബ ഈ 70,000-ഓളം ഇല്ല. അങ്ങനെ എന്നാലും വിചാരണ കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്തിൽ പോകുന്നവർ. പിന്നെയുള്ളവർ അവർ കൂടുതലാണ്. ഓരോരുത്തരുടെയും കൂടെ, ഈ 70,000-ൽ ഓരോരുത്തരുടെയും കൂടെ 70,000 ആളുകൾ അവർ താരതമ്യേന മർത്തബ കുറഞ്ഞവരാണ്. എന്നാലും അവർ അദാബില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് അവരുടെ വിശേഷണം ഇപ്രകാരമാണ്. അവർ ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന സഹാബികളിൽ ഉക്കാശ ഇബ്നു മെഹ്സൻ ഫഖാമ ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ്, എന്നിട്ട് ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, ഈ വിചാരണയും അദാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ആക്കുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ കൊണ്ട് ആവശ്യപ്പെട്ടു, എന്നെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ദുആ ചെയ്യണം. ഫഖാൽ, അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മിൻഹും ഉക്കാശ, നിങ്ങൾ അവരുടെ കൂട്ടത്തിലായിരിക്കും. ഈ ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു അബൂ മെഹ്സൻ അൽ അസദി എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം ഏറെ പേരും പ്രശസ്തിയുമുള്ള മഹാനാണ്. ഉക്കാശ ഇബ്നു മെഹ്സൻ ബദർ യുദ്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സഹാബിയുടെ ധീരോദാത്തമായ പോരാട്ടത്തെ കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ വാള് പൊട്ടുകയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു വടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയും അങ്ങനെ അദ്ദേഹം അത് ആയുധമായിട്ട് വീണ്ടും പോരാട്ടം തുടരുകയും ധീരമായ പോരാട്ടമാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് എന്നും മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ആ ആയുധം അദ്ദേഹം പിൽക്കാലത്ത് യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഹിജ്റയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഉക്കാശ ഇബ്നു മെഹ്സൻ എന്ന അബൂ മെഹ്സൻ അൽ അസദി റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചയച്ചതായ സൈന്യത്തിൽ പുറപ്പെടുകയും അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ പല ആളുകളും ദീനിൽ നിന്നും മുർത്തദ്ദായി പല രീതിയിൽ. അതിലൊരു വിഭാഗം നുബുവത്ത് വാദിച്ചിട്ടാണ് മുർത്തദ്ദായത്. അങ്ങനെ നുബുവത്ത് വാദിച്ചവരുടെ കൂട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടായിരുന്നു, അതേപോലെ തുലൈഹ അൽ അസദി ഉണ്ടായിരുന്നു, അതേപോലെ വേറെയും കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ തുലൈഹ എന്ന് പറയുന്ന വ്യക്തി നുബുവത്ത് വാദിച്ച് ഞാൻ നബിയാണെന്ന് വാദിച്ചിട്ട് കള്ളപ്രവാചകത്വം തനിക്ക് ജൽപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തപ്പോൾ തുലൈഹക്കെതിരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ച സൈന്യത്തിൽ ഒരാളായിരുന്നു ഈ ഉക്കാശ ഇബ്നു മെഹ്സൻ അബൂ മെഹ്സൻ അൽ അസദി റളിയല്ലാഹു തആല അൻഹു. ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു തുലൈഹയോട് പോരാടുകയുണ്ടായിരുന്നാണ്. ഈ തുലൈഹയെ കുറിച്ച് പറയുന്നത് അയാൾ 1000 കുതിരശക്തി നമ്മൾ പറയില്ലേ, 1000 കുതിരപ്പടയാളികളുടെ ശക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നാണ് തുലൈഹയെക്കുറിച്ച് പറയുന്നത്. ഈ പ്രവാചകത്വം വധിച്ച തുലൈഹയെക്കുറിച്ച് പറയുന്നത് അങ്ങനത്തെ ഒരു മല്ലനായിരുന്നു. ഈ തുലൈഹയോട് പോരാടുമ്പോൾ അള്ളാണ് ഈ ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായത്.
തുലൈഹ അൽ അസദി അയാൾ നുബുവത്ത് വാദിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇസ്ലാമിൽ ജീവിക്കുകയും പിന്നീട് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ പേർഷ്യക്കാരുമായി നടന്ന ഒരു യുദ്ധത്തിൽ ഈ തുലൈഹ മരണപ്പെടുകയും ഷഹീദാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നമ്മുടെ കഥാപാത്രമായ ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഭാഗത്തിൽ 70,000 ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞു വാൻ തമീൻഹും. അതുകൊണ്ട് തന്നെ ഈ ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയാറുള്ളത് അഷ്ഷഹീദു സഈദ് എന്നാണ്. അദ്ദേഹം ഷഹീദാണ്. കാരണം തുലൈഹയോടുള്ള ഏറ്റുമുട്ടലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹം സഈദാണ്. സഈദ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 70,000 ഇതുണ്ട്, അല്ലെങ്കിൽ 70,000 അല്ല, വിചാരണ കൂടാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 അവരുടെ കൂടെ പിന്നീട് പോകുന്ന ആളുകൾ, അതിലൊരാളാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സഈദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹദീസിൽ തുടർന്ന് പറയുന്നത് ഫഖാമ സുമ്മ ഖാമ റജുലുൻ ആഖർ, പിന്നീട് മറ്റൊരു വ്യക്തി എഴുന്നേറ്റു ഉക്കാശയെ തുടർന്ന്. ഫഖാല ഉദ്ഉല്ലാഹ യജഅലനി മിൻഹും, പ്രവാചകരെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ ആ വിഷയത്തിൽ നിങ്ങളെ മുൻകടന്നിരിക്കുന്നു. അഥവാ ഉക്കാശ നിങ്ങളെ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കുകയാണ്. കാരണം ഇനി ആ വ്യക്തിക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാളെ എഴുന്നേൽക്കും. അങ്ങനെ ഓരോരുത്തരും പിന്നീട് പറയും ഇന്നോട് എനിക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യും, എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിങ്ങൾ ആ വിഷയത്തിൽ മുൻകടന്നിരിക്കുന്നു. ഏതായാലും ഈ ഹദീസ് നമ്മൾ പറഞ്ഞു തൗഹീദിൻ്റെ സാക്ഷാത്കാരം ആർക്കാണോ ഉണ്ടായത് അവർ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, അദാബില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതാണ് അറിയിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വിഷയം അറിയിക്കാനാണ് ഒരു ഹദീസും അതേപോലെ തുടക്കത്തിൽ 2 ആയത്തുകളുമായിട്ട് ഈ അധ്യായത്തെ അവതരിപ്പിച്ചത്. തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഒന്ന് നിർബന്ധമായും നമ്മൾ ശ്രമിക്കേണ്ടതായ സാക്ഷാത്കാരം, ഷിർക്കിൽ നിന്ന്, ഷിർക്കിൻ്റെ ഇനങ്ങളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ബിദ്അത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന് തൗഹീദിനെ സാക്ഷാത്കരിക്കണം, സംശുദ്ധമാക്കണം. അതെല്ലാവരുടെ മേൽ വാജിബായിട്ടുള്ള തഹ്ഖീഖാണ്, ശുദ്ധീകരണമാണ്. പിന്നെ പ്രതിഫലാർഹമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ളതായ സാക്ഷാത്കരണം, അതാണ് അനുവദനീയമാണെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തൗഹീദിനെ സംശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ പടപ്പുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് തവക്കുലിനെ ബാധിക്കും വിധം നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് തൗഹീദിനെ ബാധിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തമായി കൊണ്ടുള്ളതായ തഹ്ഖീഖുൻ മുസ്തഹബ്, പ്രതിഫലാർഹമായിട്ടുള്ളതായ ശുദ്ധീകരണം, ഇതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസികളായി, മുവഹിദുകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.